പണ്ടവരിൽ ആരെങ്കിലും മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറിയിരുന്നെങ്കിൽ അവരെ ഞാൻ അംഗീകരിക്കില്ലായിരുന്നു. ബലാത്സംഗം ചെയ്തിട്ടില്ല. ഒരു സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി, അവർക്ക് സന്താനം ഉണ്ടായി, അതിനിപ്പോ നമുക്കെന്താ കുഴപ്പം? ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, അത് പാടില്ല. ഭീമനെ കണ്ടപ്പോ അവൾക്കൊരു പ്രേമം തോന്നി, ഭീമൻ അങ്ങോട്ടും പ്രേമിച്ചു, അതിൽ കുട്ടി ഉണ്ടായി, അതിലിപ്പോ എന്താ തെറ്റുള്ള? ഭീമൻ വേറെ കല്യാണം കഴിച്ച ആളാണ്, അതുകൊണ്ട് പാടില്ല. ആരെ പറഞ്ഞേ? ആ കാലഘട്ടത്തിലുള്ള നിയമവും അന്നത്തെ വ്യവസ്ഥയും അനുസരിച്ച് സാധ്യമായതേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ചെയ്താൽ കുഴപ്പമായിരിക്കും. സാമൂഹിക നിയമക്രമങ്ങള് കാലത്തിനനുസരിച്ച് മാറും. ഇന്നത്തെ സാമൂഹിക നിയമക്രമങ്ങൾ ആവില്ല ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിൽ തിന്മ കാണാൻ എനിക്ക് വയ്യ. ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല, എന്ത് ചെയ്താലും. പിന്നെ അവരെ വിളിച്ചില്ല എന്ന്, അത് നമുക്കറിയോ വിളിച്ചിട്ടില്ല എന്ന്. അതിന്റെ ഇടയ്ക്ക് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയോ? ബന്ധപ്പെട്ടിട്ടുണ്ടാവണം. ഇല്ലായിരുന്നെങ്കിൽ കുറെ കൊല്ലം കഴിഞ്ഞ മക്കളെ ഒരു യുദ്ധം വരാൻ പോണുണ്ട്, നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ മക്കള് പോവാൻ പറയും. എടാ നീ എന്റെ അച്ഛനാന്ന് പറഞ്ഞ് വന്നിരിക്കുക, ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതെ നിന്റെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരില്ല എന്ന് പറയും ഉറപ്പായിട്ടും. എന്നാൽ അവർ സന്തോഷമായി വന്ന് പങ്കെടുക്കുന്നുവെങ്കിൽ ഉറപ്പാണ് അതിന്റെ ഇടക്കാലത്ത് അവര് കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അത് വ്യാസൻ എഴുതിയിട്ടില്ല. എല്ലാം ഇപ്പൊ വ്യാസൻ എഴുതി വെക്കാൻ പറ്റുമോ? മുഖ്യതലേ എഴുതി വെക്കാൻ പറ്റൂ. എന്നിട്ട് തന്നെ 1 ലക്ഷത്തിലധികമായി ശ്ലോകം. സ്വാഭാവികമായിട്ട് കാര്യത്തിലൂടെ കാരണം അനുമാനിക്കണം. അപ്പൊ ഇവരൊക്കെ പാണ്ഡവരെ സഹായിക്കാൻ യുദ്ധത്തിന് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇടക്കാലത്ത് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്.